മമതാ ബാനർജി സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി. ബംഗാൾ ഫയൽസ് റിലീസ് തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു. ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിലെന്നും എന്ത് വിധേനയും സിനിമ പുതുതലമുറയിലേക്ക് എത്തിക്കുമെന്നും വിവേക് അഗ്നിഹോത്രി പ്രതികരിച്ചു. ബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ എഫ്ഐആറുകൾ സ്റ്റേ ചെയ്ത കൊൽക്കത്ത ഹൈക്കോടതി നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ പ്രതികരണം കാണാം. Ruling party wants to trap us with so many legal hassles, so many legal battles, so that we cannot focus on the promotion of the film. I must tell you something. This strategy has been deployed by them for a very, very long time. But you have to ask few questions. Why do they want to suppress our voice? Why they don't want this dark chapter of Indian history, of the past and of the present of Murshidabad to come out in public domain? Are they against me? Are they against the film? Or are they against the truth? Friends, I have finished the film. It has taken a lot from us. We have put in whatever we had to make this very, very difficult film. We were not allowed to shoot in Bengal. We had to shoot the entire film in Bombay. Now, with our limited resources, we want this film to reach every citizen of India, especially the young people. No wonder that all the Gen Z and the young people are flocking the theatres and they are discovering this hidden truth of Bengal. വിവരങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ഉണ്ട്. ശ്രീകാന്ത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയുണ്ട്. ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിൽ. എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ പുതു തലമുറയിലേക്ക് ഈ സിനിമ എത്തരുത് എന്ന് വാശി പിടിക്കുന്നത്? അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി ചൂണ്ടിക്കാട്ടുന്നത് ശ്രീകാന്ത്? രാജ്യമാകെ ഏറ്റെടുത്ത കശ്മീർ ഫയൽസിന്റെ സംവിധായകൻ വീണ്ടും പുറത്തിറക്കുന്ന ചിത്രമാണ് ഈ ബംഗാൾ ഫയൽസ് എന്ന് പറയുന്നത്. അതായത് ബംഗാളിലെ ഹിന്ദു ജനസൈഡുമായി ബന്ധപ്പെട്ട എല്ലാത്തരം വിശദാംശങ്ങളും ഉൾപ്പെടുന്ന ഒരു കമേഴ്സ്യൽ പടം, ചലച്ചിത്രം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ചിത്രം എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ അണിയറ പ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. ഈ ചിത്രം തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ചിത്രത്തിനെതിരെ നിരവധി എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബംഗാളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ആ ചിത്രം പുറത്തിറങ്ങാതിരിക്കാനുള്ള ശ്രമം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അടുത്തിടെ കൊൽക്കത്ത ഹൈക്കോടതി ഈ എടുത്ത എഫ്ഐആറുകളൊക്കെ തന്നെ റദ്ദാക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. എന്ത് വില കൊടുത്തും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ബംഗാൾ കണ്ടത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ, അതിനു മുൻപേ ബംഗാളിൽ ഇങ്ങനെ തന്നെയാണ്. 1905 വിഭജന കാലം തൊട്ട് തുടങ്ങിയ ദുരിതമാണ് ബംഗാളിൻ്റേത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ബംഗാൾ വലിയ തോതിൽ തിരിച്ചടികൾ നേരിട്ടു, വലിയ ക്രൂരത നേരിട്ടു. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈറ്റില്ലം കൂടിയായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. അതിനുശേഷം CPIM സർക്കാർ അവിടെ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 30 വർഷത്തോളം ഈ ഇടത് സർക്കാർ അവിടെ ഭരിച്ചു. ചോര കൊണ്ടവർ ആ ബംഗാളിനെ അഭിഷേകം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. സൈൻബാരി കൂട്ടക്കൊലയും അതോടൊപ്പം തന്നെ നന്ദിഗ്രാം കൂട്ടക്കൊലയും ഒക്കെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ എത്തിയ മമതാ ബാനർജിയും ഈ കൊലപാതകത്തിലും ബലാത്സംഗത്തിലും അവരൊരു സ്ത്രീയാണ് എന്ന് ഓർക്കണം. ആ സ്ത്രീ ആയിരുന്നിട്ട് കൂടി അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും നിറഞ്ഞ ഹിന്ദുക്കൾക്കെതിരായ ഹിന്ദു ജനസൈഡ് നടന്ന ബംഗാളിന്റെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് വിവേക് അഗ്നിഹോത്രി ശ്രമിച്ചത്. അത് തടയാൻ ഒരു വശത്ത് മമതാ ബാനർജിയുമുണ്ട്. ഇവരൊക്കെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാർ എന്നോർക്കുമ്പോഴാണ് അതിന്റെ വിരോധാഭാസം മനസ്സിലാകുന്നതും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ US പ്രൊമോഷൻ പരിപാടികളിലാണ്. ചിത്രം എന്തായാലും പൊതുജനങ്ങൾക്ക് മുന്നിലെത്തും. ആ ഉറപ്പ് വിവേക് അഗ്നിഹോത്രി നൽകുന്നു. ശരി ശ്രീകാന്ത്, എന്തായാലും അന്ന് കേരള സ്റ്റോറി ആയിരുന്നുവെങ്കിൽ ഇന്ന് ബംഗാൾ ഫയൽസ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണ്, സെയിമാണ് എന്നുള്ളതാണ്. മമതാ ബാനർജി സർക്കാരിന്റെ രൂക്ഷ ഭാഷയിലാണ് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി വിമർശിക്കുന്നത്. ബംഗാൾ ഫയൽസ് റിലീസ് തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തിനാണ് ഇവരൊക്കെ ചരിത്രത്തെ ഭയപ്പെടുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്.